ഉത്രട്ടാതി ജലമേളയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വഞ്ചിപ്പാട്ടിൻ്റെ താളമാണ് ആറന്മുളയിലും പരിസരത്തും മുഴങ്ങിക്കേൾക്കുന്നത്. 1 മണിക്കാണ് ജലഘോഷയാത്ര. ഇതിനായി പള്ളിയോടങ്ങൾ വിവിധ കരകളിൽ നിന്ന് ആറന്മുളയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ചെറുകോൽ കരയിൽ നിന്ന് സുധീഷ് ഗോപാലൊപ്പം ചേരുന്നു. സുധീഷ്, ഇപ്പോൾ ഒരു പള്ളിയോടം ആറന്മുളയിലേക്ക് തിരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുള്ളിൽ വിനോദും ഗൗതമും ഉണ്ട്. ഇപ്പോൾ സുധീഷ് എവിടെയാണുള്ളത്? എന്താണ് അവിടുത്തെ ആരവം? കൃഷ്ണ, ചെറുകോൽ കരയിലാണ് ഞാനുള്ളത്. ഇവിടുത്തെ ചെറുകോൽ കരയിൽ നിന്നുള്ള പള്ളിയോടം ഇപ്പോൾ ആറന്മുളയിലേക്ക് തിരിക്കുകയാണ്. അവർ ഇവിടെ ഈ പ്രദേശത്ത് തന്നെയുള്ള ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. ചെറുകോൽ തേവരെ തൊഴുത് വണങ്ങി ഈ തുഴകളെല്ലാം തന്നെ അവിടെ പൂജിച്ച് വഞ്ചിപ്പാട്ടോടു കൂടിയാണ് ഇവിടേക്ക് എത്തിയത്. ഇവിടെ നിന്നും ഇപ്പോൾ പുറപ്പെടുകയാണ്. ഇത് ഈ വള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജമുദ്ര പതിച്ചിട്ടുള്ള ഏക പള്ളിയോടമാണ്. 85 വർഷം പഴക്കമുള്ളതാണ്. ഇപ്രാവശ്യം 80-ലധികം തുഴച്ചിൽക്കാരാണ്. 3 മാസത്തെ കഠിന പരിശീലനത്തോടുകൂടിയാണ് അവർ ഇപ്രാവശ്യം ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് എത്തുന്നത്. മന്നം ട്രോഫി നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെല്ലാം തന്നെ തുഴയെറിയുന്നത്. എന്നാൽ അത്തരത്തിലൊരു വീറും വാശിയുമൊക്കെ ഉണ്ടാകുമ്പോഴും പരസ്പര ബഹുമാനത്തോടെ മറ്റ് ഓരോ പള്ളിയോടങ്ങളെയും കണ്ടുകൊണ്ട് മത്സരത്തിൻ്റെ വാശിയാവുമ്പോൾ തന്നെയും എന്നാൽ അതൊരു തർക്കത്തിലേക്ക് ഒന്നും പോകാതെ ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ മത്സരിക്കണമെന്ന കഠിന ഒരു പ്രതിജ്ഞ കൂടി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ ആറന്മുളയിലേക്ക് തിരിക്കുന്നത്. അവർക്ക് ആത്മവിശ്വാസമുണ്ട്, കൃത്യമായ പരിശീലനം നേടിയിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു ദൈവഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ ഇത്തവണത്തെ വിജയം ഇവർക്കൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയിലാണ് ഇവർ ആറന്മുളയിലേക്ക് തിരിക്കുന്നത്. ആറന്മുളയിലേക്ക് തിരിക്കുമ്പോൾ ആദ്യ ഹീറ്റ്സിലാണ്, അതായത് ബാച്ച് എയിൽ പെടുന്ന വള്ളങ്ങളിൽ ആദ്യ ഹീറ്റ്സിൽ തന്നെ ഇവരുടെ മത്സരം ഉണ്ടാകും. ഇത് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന ചുണ്ടൻ വള്ളങ്ങളാവും ഫൈനലിലേക്ക് എത്തുക. അത്തരത്തിൽ ഹീറ്റ്സിൽ ജയിക്കുന്നതിൽ മാത്രമല്ല, അത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഫിനിഷിംഗ് പോയിന്റ് കിടക്കുക. 1.25 കിലോമീറ്ററോളം ദൂരം തുഴഞ്ഞെത്തണം. ആ രീതിയിൽ അതിനുവേണ്ട കൃത്യമായ പരിശീലനത്തോടു കൂടി തന്നെയാണ് അവർ ഇപ്പോൾ ആറന്മുളയിലേക്ക് തിരിക്കുന്നത്. ശുഭാപ്തി വിശ്വാസമുണ്ട്. നേരത്തെയും ഇവരുടെ പ്രതികരണം എടുത്തപ്പോൾ ഞങ്ങളാൽ ചെയ്യാവുന്നതെല്ലാം പരിശീലനവും മറ്റും ചെയ്തു. ഇനിയും ദൈവഭാഗ്യം കൂടി ഒപ്പമുണ്ടെങ്കിൽ, ഭാഗ്യം തുണച്ചാൽ കപ്പുമായി വരും എന്ന ഒരു പ്രതീക്ഷയോട് തന്നെയാണ് ഇവർ പുറപ്പെടുന്നു. അത്തരത്തിൽ പുറപ്പെടാനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. അവർ ഇപ്പോൾ വള്ളത്തിൽ പൂർണ്ണമായും തുഴച്ചിൽക്കാരെല്ലാം തന്നെ കയറി കഴിഞ്ഞു. ഇവിടെ നിന്നും തുഴഞ്ഞു തന്നെയാണ് ആറന്മുളയിലേക്ക് എത്തുന്നത്. അതിനുശേഷം മത്സരത്തിൽ 1-ാം ഹീറ്റ്സിൽ തന്നെ ഇവരുടെ മത്സരമുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ തവണത്തെയും പരിശീലനത്തിന് ശേഷവും അവർ അല്പം മുമ്പും ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുത്തെ പ്രാർത്ഥനയ്ക്കും വഞ്ചിപ്പാട്ട് പാടി ആറന്മുള തേവരെയും അതോടൊപ്പം തന്നെ ചെറുകോൽ തേവരെയും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ഒരേ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അത്തരത്തിൽ പോകുമ്പോൾ അവരുടെ എത്രത്തോളം പ്രതീക്ഷയുണ്ട് എന്ന കാര്യം നമുക്ക് ഒരിക്കൽ കൂടി ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ എല്ലാ തയ്യാറെടുപ്പും ആയിക്കഴിഞ്ഞു. നിങ്ങളുടെ 3 മാസം നീണ്ടുന്ന പരിശീലനം അതോടൊപ്പം തന്നെ പ്രാർത്ഥന എല്ലാം എത്രത്തോളം തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഞങ്ങൾ തിരുവാറന്മുളയപ്പൻ്റെ മുന്നിൽ തന്നെ ആ മന്നൻ ട്രോഫി ബാച്ച് പള്ളിയോടമാണ് ഞങ്ങളുടേത്. ബാച്ചിൻ്റെ മന്നൻ ട്രോഫി ഈ കൗറി ചെറുകോൽ പള്ളിയോടത്തിന് കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് തീർച്ചയായിട്ടും തിരുവാറന്മുളയപ്പൻ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാവും, ചെറുകോൽ തേവരുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും, സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ വിജയപ്രതീക്ഷയോടെയാണ്. കുട്ടികളൊക്കെ രാവിലെ 4 മണിക്ക് ഉണർന്ന് 7 മണി വരെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് അതിനുശേഷമാണ് കോളേജിൽ പോകുന്നത്, ജോലിക്ക് പോകുന്നത്. വൈകിട്ട് 5 മണിക്ക് വന്നിട്ട് വേറെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് അതുപോലെ പ്രയത്നം ചെയ്യുന്ന കുട്ടികളാണ്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ജയം ഉണ്ടാവും, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുതന്നെയാണ് അവരുടെ പ്രതീക്ഷ. കൃത്യമായ പരിശീലനം നേടിയിട്ടുണ്ട്. അത് പുറത്തുനിന്നുള്ള തുഴച്ചിൽക്കാരെ കൊണ്ടുവന്ന് പരിശീലനം നേടി, ആ പരിശീലനം എന്നാൽ കരയിൽ നിന്നുള്ളവർ മാത്രമാണ് തുഴയുന്നതെന്നതും ഒരു പ്രത്യേകതയാണ്. മറ്റ് ഉള്ളിടത്തുനിന്ന് ആൾക്കാരെ ഇറക്കുന്നത് സംബന്ധിച്ച ചില തർക്കങ്ങൾ മുൻവർഷങ്ങളിലൊക്കെ ഉണ്ടായി. ഇത്തവണ പൂർണ്ണമായും ഈ കരയിൽ നിന്നുള്ള 80-ലധികം തുഴച്ചിൽക്കാരെ അണിനിരത്തിക്കൊണ്ട് മന്നം ട്രോഫി നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ആറന്മുളയിലേക്ക് ഇപ്പോൾ ഇവർ തുഴയെറിയുന്നത്. കൃഷ്ണരാജ്, ശരി, അവിടെയെങ്ങും പള്ളിയോടങ്ങൾ, അതിൻ്റെ ആവേശ കാഴ്ചകൾ, വഞ്ചിപ്പാട്ട്, ഉത്രട്ടാതി ജലമേളയ്ക്ക് അതൊരു ആരോഗ്യകരമായ മത്സരമായി തുടങ്ങി പര്യവസാനിക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ്. അതായത് 1 മണിക്ക് 52 പള്ളിയോടങ്ങൾ മാറ്റുരയ്ക്കും.